2030 24 ലക്ഷം കോടിയുടെ ഒരു സമ്പദ്ഘടനയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഇൻക്രെഡിബിൾ പ്രൊഫഷണൽ ജേർണിയാണ് സർ. ഇതിൽ കേരള ഹാസ് ഡൺ സംതിങ് ഫാർ അഹെഡ് ഓഫ് ഓൾ ദി അതർ സ്റ്റേറ്റ്സ്. സംടൈംസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഞാൻ നോക്കിയത് ഒരു വലിയൊരു അവസരമാണ്. ഇത് പെർസെപ്ഷനാണ്. ആ വേതനത്തിന് ആ ജോലികൾ മലയാളികൾ ചെയ്യാൻ തയ്യാറല്ല. ശരിക്കും AI-യുടെ ഉപയോഗം വരുന്നത്. Gen Z don't want to become employees. പ്രോഫിറ്റ് ടോക്സിന്റെ ചേഞ്ച് മേക്കേഴ്സ് സെഗ്മെന്റിലെ ഇന്നത്തെ നമ്മുടെ ചേഞ്ച് മേക്കറും നമ്മുടെ വിശിഷ്ടാതിഥിയും ബാലഗോപാൽ ചന്ദ്രശേഖർ സാറാണ്. സർ ഒരു ഓൺട്രപ്രണർ മാത്രമല്ല, ഫെഡറൽ ബാങ്കിന്റെ എക്സ് ചെയർമാനും KCDCയുടെ ഇപ്പോഴത്തെ ചെയർമാനും കൂടിയാണ്. സർ, വെൽക്കം ടു ദ ഷോ. പബ്ലിക് സെക്ടറിൽ നിന്നും അതിലേക്ക് നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി പിന്നെയും പബ്ലിക് സെക്ടറിലേക്ക് വന്ന ഒരു ഇൻക്രെഡിബിൾ പ്രൊഫഷണൽ ജേർണിയാണ് സാറിന്. അതുകൊണ്ട് തന്നെ സാറിന് ഒരുപാട് വിസ്റ്റവും ഒരുപാട് ഇൻസൈറ്റ്സും ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യാൻ. അപ്പോൾ ഒരു ബിസിനസ് ലീഡർ എന്ന രീതിയിൽ എന്തൊക്കെയായിരുന്നു സാറിന് വളരെ ഡിഫിക്കൽട്ടായിട്ട് എടുക്കേണ്ടി വന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ്? ഈ വ്യവസായം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമാണ്, സോൾവ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് പിന്നെയാണ് വരുന്നത്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യാൻ ഇതിനു വേണ്ടി. അപ്പം ഞങ്ങളുടെ വെല്ലുവിളി മുന്നിൽ കണ്ടുകൊണ്ട് മൾട്ടിനാഷണൽ ജയൻസ് 2-3 കമ്പനീസ് അവരവരുടെ പ്രോഡക്ട്സ് ഡംപ് ചെയ്യാൻ തുടങ്ങി. ഈ ഡംപിങ് കാരണം നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല, കുന്നുകൂടി കിടക്കുന്നു. അന്നത്തെ നമ്മുടെ ചെറിയ പ്രൊഡക്ഷൻ മുഴുവൻ അവിടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ തിരിച്ചയച്ചിരിക്കുന്നു ഡീലേഴ്സ്, അവർക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ? ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. നമ്മുടെ ഫാക്ടറി ഒരു ഡെഡിക്കേറ്റഡ് ഫാക്ടറിയാണ്. വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ബ്ലഡ് ബാഗ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ ചെയ്ത ഫാക്ടറിയാണ്. ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ആദ്യത്തെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പെറ്റീഷൻ ഫയൽ ചെയ്ത് ഞാൻ അന്ന്. ആൻഡ് ഫാക്ടറി 6 മാസത്തിനകം പ്രൊഡക്ഷൻ നല്ല സക്സസ്ഫുൾ ആയെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് അടച്ചു പൂട്ടുന്നു. എന്തിന്? ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാരണത്തിന്, അതായത് ഈ ഡംപിങ് ബൈ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ലൈക്ക് ഒരു എൻഡ് ഓഫ് ലൈഫ് പോലത്തെ. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് പെൻപോൾ. സോ ഇവിടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, സാറിന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തോന്നിയോ ഞാൻ രാജിവെക്കണമായിരുന്നോ? ഇപ്പോഴല്ല ഞാൻ ചോദിക്കുന്നത്, ആ നിമിഷത്തിൽ. പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടച്ചുപൂട്ടിയപ്പോഴേക്ക്. അന്ന് ആദ്യം ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, ഞങ്ങൾ അതിൽ നിന്ന് കരകയറി കമ്പനി ഒന്ന് സ്റ്റേബിൾ ആയപ്പോഴും ഞാൻ ഒരു ഫസ്റ്റ് ജനറേഷൻ ആന്ത്രപ്രണറാണ്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയുടെ സൈഡിലും അച്ഛൻ്റെ സൈഡിലും 3-4 തലമുറ പുറകോട്ട് പോയി അന്വേഷിച്ചാലും എല്ലാവരും ടീച്ചർമാർ, അല്ലെങ്കിൽ പിന്നെ ലേറ്റർ എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെ പിന്നെ ബ്യൂറോക്രാറ്റ്സ്. അപ്പം ഒരാളും വ്യവസായം ഞാനാണ് തുടങ്ങിയത്. ഇത് പുലിവാൽ പിടിക്കുന്ന പോലെയാണ്. നമ്മൾ ആ വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് കടത്തിലായി. ആ കടം തിരിച്ചടച്ചേ പറ്റൂ. നമുക്ക് വേറെ എങ്ങും സഡൻലി ഒളിച്ചോടി പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ക്രെഡിറ്റേഴ്സിനെ നേരിടണം. പിന്നെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് നമ്മുടെ എംപ്ലോയീസിനോട്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് വേറെ ജോലികളിൽ നിന്നൊക്കെ രാജിവെച്ചിട്ടൊക്കെ ആയിരിക്കും പലരും വന്ന് ജോയിൻ ചെയ്യും. എനിക്ക് എൻ്റെ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാർ IAS കിട്ടി അത് റിസൈൻ ചെയ്തിട്ടാണിത്. സാറിൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും റെസ്പോൺസ്? അച്ഛൻ പറഞ്ഞു, നീ ഞങ്ങളെ ആഗ്രഹപ്രകാരം ആഗ്രഹങ്ങൾ മാനിച്ചുകൊണ്ട് നീ IAS എഴുതി വിജയിച്ചു, IAS ഓഫീസറായി, യു ആർ ഡൂയിങ് വെൽ, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇനി നീ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നിനക്ക് രാജിവെക്കണമെങ്കിൽ നീ രാജിവെച്ചോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് അനുജയോടും ഈ പ്രോഗ്രാം കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ സത്യം പറയണമല്ലോ, അന്ന് അഥവാ അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ നീ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയാവില്ല, നീ IAS തന്നെ തുടരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ IAS തന്നെ തുടർന്നേനെ. അപ്പോൾ അതായത് ആ ഡിസിഷൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ബാലഗോപാൽ എന്ന ഓൺട്രപ്രണർ ഉണ്ടാവില്ല. ഓക്കെ സർ. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഇക്കോസിസ്റ്റം കമ്പയർ ടു അതർ ഇക്കോസിസ്റ്റം
നമുക്ക് എന്താണ് ശരിക്കും നമുക്കില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സാറിൻ്റെ പെർസ്പെക്റ്റീവ്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യവസായ മേഖലയിൽ വ്യവസായങ്ങളും സംരംഭകത്വത്തിലും നമ്മളെ പിന്നിലോട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ ഒരു നെഗറ്റീവ് പെർസെപ്ഷനാണ്. അതായത് ഒരു നെഗറ്റീവ് നാരറ്റീവ്. ഈ കേരളത്തിനെ പറ്റി വ്യവസായം അല്ലെങ്കിൽ സമ്പദ്ഘടനയെ പറ്റി എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവേ ഉള്ള ഒരു ധാരണ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനും ചിലർക്ക് ചില നാരറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ് നാരറ്റീവ്. അതിലേക്ക് പോകുന്നില്ല, അതിനുള്ള ഒരു അജണ്ട ഉണ്ടോയെന്ന്. പക്ഷേ ഈ നെഗറ്റീവ് നാരറ്റീവ് ഈസ് ബേസ്ഡ് ഓൺ ഇവിടെ ചില നെഗറ്റീവ് പ്രാക്ടീസസ് ഉണ്ട്, അട്ടിമറി, നോക്കുകൂലി, പിന്നെ ഹർത്താൽ, അതിന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കാരണം വ്യവസായങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇവിടെ ഇല്ലെന്നുള്ള ഒരു ഇതാണ്. സർ, പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഓൺട്രപ്രണറിൽ നിന്ന് വീണ്ടും ഒരു ഒരു ബ്യൂറോക്രസിയിലേക്ക് കയറുമ്പോൾ, ഫ്രം പ്രൈവറ്റ് സെക്ടർ ബാക്ക് ടു അഗെയിൻ പബ്ലിക് സെക്ടർ, മറ്റേ നമ്മൾ ഡിസിഷൻ സ്വന്തം എടുക്കാമല്ലോ, ഇതിപ്പോൾ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സാറിന് ഫേസ് ചെയ്യേണ്ട വന്ന കുറേ ഇനീഷ്യൽ ചലഞ്ചസ് KSIDC ചെയർമാൻ എന്ന രീതിയിൽ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി ഞാൻ ഇത് ഒരു ചാലഞ്ചസ് ആയിട്ടല്ല നോക്കുന്നത്. KSIDCയുടെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഞാൻ നോക്കിയതൊരു വലിയൊരു അവസരമാണ്. അപ്പം വാട്ട് കൻ ഐ ഡു? ഞാൻ വിചാരിച്ചു, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് ടു ചേഞ്ച് ദ നാരറ്റീവ് അബൌട്ട് കേരള, ഈ നെഗറ്റീവായിട്ടുള്ള നാരറ്റീവ് ഇത്രയും വ്യാപകമായിട്ട് ഉള്ള ഒരു പെർസെപ്ഷൻ, 1000 കോടി നിക്ഷേപം ഇവിടെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും വലിയ ഇഫക്റ്റ് നിക്ഷേപം പിന്നെയും വരും. ഈ നറേറ്റീവ് ചേഞ്ച് ചെയ്യില്ലെങ്കിൽ ഈ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ ഡ്രീംസ് ഈ വളരുന്നതിന് മുമ്പ് തന്നെ അത് ചാമ്പലായി പോകും. അതുകൊണ്ട് അന്ന് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, ഞാൻ സ്വയം സെറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യം ഇതാണ്, താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടെ അലൈൻ ചെയ്ത് പോവാം. സാറ് പറഞ്ഞ പോലെ ഇത് പെർസെപ്ഷനാണ്, ഇങ്ങനൊരു നറേറ്റീവ് ഇവിടെ ഉണ്ട്, ഇതിവിടെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ സാർ ഈ പറഞ്ഞ പോലെ സാറിന് പറ്റിയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ലെവറേജ് ചെയ്ത് യു ആർ വെരി വോക്കൽ അബൌട്ട് ദാറ്റ് ദിസ് ഇസ് എ നെഗറ്റീവ് നറേറ്റീവ്, കേരള ഇസ് എ ബൂമിങ് മാർക്കറ്റ്. ഇവിടെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു രീതിയാണിത്. ഈ ഡേറ്റ എപ്പോഴും ചോദ്യം ചെയ്യും. അപ്പോൾ പലരും പറയുന്ന കാര്യം ഇതൊക്കെ വെറുതെ പറച്ചിലാണ്, ഇതൊന്നും ഇവിടെ ഇല്ല. സാറിന് എന്താണ് തോന്നുന്നത്? ബിക്കോസ് ഡേറ്റ ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് പെർസെപ്ഷനിലേക്ക് വരാൻ പറ്റും. സാറിൻ്റെ ടേക്ക് ഇതിൽ എന്താണ്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ പറയുന്ന ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്യുറേറ്റ് ആണെന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് അവനവൻ്റെ ആ കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യാത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ട് അത് തള്ളി പറയുകയാണ്, അത്രയേ ഉള്ളൂ. സോ വാട്ട് വി നീഡ് ഇസ് ഡാറ്റാ ബേസ്ഡ് ഡിസ്കഷൻ. നമുക്ക് വേണ്ടത് ഡാറ്റാ ബേസ്ഡ് ഡിസ്കഷനാണ്. അതായത് ഇപ്പം നടക്കുന്നതെല്ലാം അനക്ഡോട്ടലാണ്. അനുജ പറയുക, എനിക്കറിയാവുന്ന ഒരു കക്ഷി ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ചു, പിന്നെ ചുമട്ടുകാരെല്ലാം വന്ന് അത് തടസ്സപ്പെടുത്തി, അവസാനം നിരാശനായ അയാൾ പോയി 10ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണ് കേരളം. ഞാൻ അതുമായിട്ട് യോജിക്കാത്ത ആളാണെങ്കിൽ ഞാൻ പറയും, അല്ല പക്ഷേ എനിക്കറിയാം വേറൊരാൾ വളരെ സക്സസ്ഫുൾ, അയാൾ വേറെ എവിടെയോ പരാജയപ്പെട്ടിട്ട് അയാൾ കേരളത്തിൽ വന്നിട്ട് വിജയിച്ചു. ഈ മാതിരി ഉള്ളത് ഡിബേറ്റേ അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിങ് പോങ് കളിക്കുന്ന പോലെ ആവും. അത് നമ്മൾ അപ്പം അവനവൻ്റെ കേസ്, അവനവൻ്റെ ഒരു കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്ന അനക്ഡോട്ട്സ് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് കൊടുക്കുക. ഇത് കൺഫർമേഷൻ ബയസ് എന്നൊക്കെ പറയും ഇതിന്. സാറിന് പോളിസി മേക്കിങ്ങിൽ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അത് പോളിസി മേക്കിംഗ് ആസ് ചെയർമാൻ ഓഫ് KSIDC ഐ ഓൺലി ഡീൽ വിത്ത് KSIDCയുടെ ബോർഡിലേക്ക് വരുന്ന കാര്യങ്ങൾ. പക്ഷെ KSIDCയുടെ KSIDC എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ആ പേര് തന്നെ എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വ്യവസായവൽക്കരണം, സംസ്ഥാനത്തിൻ്റെ വ്യവസായവൽക്കരണം എന്ന് പറയുന്ന ആ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു
ദൗത്യം കൂടെ ഉണ്ട് KSIDC. സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നതും സെറ്റപ്പ് ചെയ്യുന്നതും ഓപ്പറേഷൻസ് എന്താ പറയുക തുടങ്ങുന്നതിനുള്ള ഓൺലൈൻ ആക്കുന്നതും സ്മൂത്തായിട്ട് ആക്കുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഓൾ ഓവർ ദ കൺട്രി. അതിൻ്റെ നല്ല ഒരു സിംഹഭാഗം വർക്ക് ചെയ്തത് KSIDCയിലെ മാനേജർമാരാണ്. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28 സംസ്ഥാനങ്ങളിൽ 28ാമത്തെ റാങ്കിൽ നിന്ന് 1ാമത്തെ റാങ്കിൽ കേരളത്തിനെ എത്തിച്ചത് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് KSIDCയിലെ ഉദ്യോഗസ്ഥരുടെ മാനേജർമാരുടെ ബാക്ക് റൂം വർക്കാണ്. അതുകൊണ്ടാണ് കേരളം ഫ്രം 20th റാങ്ക് ഇറ്റ് ഹാസ് കം ടു ഫസ്റ്റ് റാങ്ക്. ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. നോ ഫ്രം ഏത് എവിടുന്ന് എവിടെ അത് ഫസ്റ്റിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പോളിസി പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ച് അസംബ്ലിയിൽ പാസ്സാക്കി നിയമമാക്കുന്നതിൻ്റെ ഉള്ള പ്രക്രിയ 3-4 വർഷം എടുത്തു. അതെല്ലാം ഇപ്പം ഫാക്റ്റായി. ഇനിയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് സ്മൂത്തായിട്ട് ലെവലിലേക്ക് വ്യവസായ മേഖല അടുത്ത ലെവലിലേക്കുള്ള ആ കുതിച്ച് ചാട്ടം ഇനി അതിൻ്റെ ഒരു സപ്പോർട്ട് ശക്തിയായിട്ടൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് KSIDC മാറേണ്ടത്. അതിൽ വി ആർ ട്രൈങ് ടു ഡു സംതിങ്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, അത് നമ്മൾ പറയുന്നത് നമ്മളതിനെ എനിക്കൊന്ന് തൊഴിലില്ലായ്മ സംടൈംസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഗൾഫിലേക്കും US-ലേക്കും GCCയിലേക്കും ഒക്കെ പോകുന്നതെന്നുള്ളൊരു ധാരണ ഇവിടെ ഉണ്ട് ഓൾറെഡി. ശരിക്കും പറഞ്ഞാൽ അതിലൊരു കോൺട്രഡിക്ടറി ഫാക്ടർ ഇല്ലേ? ഇൻ്റർനാഷണലി ആഗോളതലത്തിൽ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞത് ഒരാൾ ഈസ് ആക്റ്റീവ്ലി സീക്കിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇത്രയോ ആഴ്ചകൾക്ക് ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ്, ദാറ്റ് പേഴ്സൺ ക്വാളിഫൈസ് ആസ് എ അൺഎംപ്ലോയിഡ് പേഴ്സൺ. That can be regarded as that's a definition of unemployment. സോഷ്യൽ മീഡിയ പോസ്റ്റിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് that highest educated unemployment in India is in Kerala. And ആ ഫിഗേഴ്സ് അതിൽ പറയുന്നത് വളരെ നമ്മളെയൊക്കെ ഷോക്ക് ചെയ്യുന്ന ഫിഗേഴ്സാണ്. 25% അൺഎംപ്ലോയ്മെൻറ്റ്, 32% അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്ന് പറയും. കുറച്ചും കൂടെ സോബറായിട്ടുള്ളൊരു ഫിഗർ നീതി ആയോഗിൻ്റെയും ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിഗേഴ്സൊക്കെ വെച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഫിഗർ ഇസ് ഗിവൻ ആസ് അബൌട്ട് 7% ഇസ് ദി അൺഎംപ്ലോയ്മെൻറ്റ് ഫിഗർ ഓഫ് കേരള. പക്ഷേ ഇതിലുള്ള വിരോധാഭാസം ഇസ് ഈ സംസ്ഥാനം വിച്ച് ഈസ് സപ്പോസ് ടു ബി the place where there is so much unemployment has among the highest migrant worker population in India. 35 ലക്ഷം മൈഗ്രൻ്റ് വർക്ക് തൊഴിലാളികൾ ഫ്രം വളരെ ദൂരെ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ ഇങ്ങോട്ടാണ്, അങ്ങോട്ട് മാത്രമല്ല. അപ്പം 35 ലക്ഷം പേര് ഇവിടെ ജോലി തേടി ഇവിടെ വരുന്നു, ജോലി കിട്ടുന്നു, ജോലി എടുക്കുന്നു. പിന്നെ ഏതോ കണക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു 45,000 കോടി രൂപ റെമിറ്റൻസ് അവരുടെ ഹോം സംസ്ഥാനങ്ങളിലേക്ക് റെമിറ്റ് ചെയ്യുന്നു ഇവിടുന്ന്. അപ്പം ഇത്രയും അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരു സംസ്ഥാനത്ത് ഇവർക്ക് എങ്ങനെ എംപ്ലോയ്മെൻറ്റ് കിട്ടും? അതും പ്രത്യേകിച്ച് ഇത്രയും. അതെ, അപ്പോൾ അതിനർത്ഥം ഇവർ വർക്ക് ചെയ്യുന്ന ജോലികൾക്ക് മലയാളികൾ വർക്ക് ചെയ്യാൻ തയ്യാറല്ല. ആ വേതനത്തിന് ആ ജോലികൾ മലയാളികൾ ചെയ്യാൻ തയ്യാറല്ല. വോളണ്ടറി ആയിട്ട് ഞാൻ എൻ്റെ ലേബർ വിഡ്രോ ചെയ്യുകയാണ്. ഈ ലേബർ മാർക്കറ്റിൽ ഈ ജോലിക്ക് വേണ്ടി ഈ വേതനത്തിന് ഞാൻ തയ്യാറല്ല, ഞാൻ വർക്ക് ചെയ്യില്ല. ഒന്ന്, പക്ഷെ അങ്ങനെ പറയാനായിട്ടുള്ള ഒരു സൗകര്യവും സാവകാശവും എനിക്കുണ്ട്. എന്തോന്ന് പറഞ്ഞാൽ I have a family which is supporting me. So that's what's called reserve cost of labor. So prevailing wage rateum ഈ റിസർവ് കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, if the prevailing wage rate is much lower than the reserve rate of labor, worker will not come forward. We came into a beautiful conclusion that പെർസെപ്ഷനും റിയാലിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെ ഡേറ്റയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കണം അതൊരു പെർസെപ്ഷനാണ്, പക്ഷെ റിയാലിറ്റിയുടെ ഫാക്ട്സ് ഇങ്ങനെയാണ്. അങ്ങനെ നമുക്ക് മിത്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാറിൻ്റെയോ എൻ്റെയോ കാലഘട്ടത്തിൽ നമ്മുടെ പേരൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എംപ്ലോയ്മെൻറ്റ് കിട്ടണം, നിങ്ങൾക്ക് ജോലി ഉണ്ടാവണം. നമ്മൾ അവിടെ തന്നെ നമ്മൾ സംസാരിച്ചു. ഇവിടെ തൊഴിലില്ലായ്മ വേറൊരു പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇന്നത്തെ ജെൻസി എംപ്ലോയ്മെൻറ്റ് എടുക്കുന്നതിലും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരു തലമുറയാണ്. അതായത് ഞങ്ങൾ ഓൺട്രപ്രണർ സംരംഭത്വത്തിലേക്ക് കയറി വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ജോബ്സ്.
ബിഫോർ ഈവൻ റെഡി ടു റിസ്ക് ഇറ്റ്. അതിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? Actually, it is not that Gen Z want to become entrepreneurs, not that. But Gen Z don't want to become employees. They don't want to be working for others. അവർ കാണുന്നത് ഈവൻ ഒരു ജോലി എടുത്താൽ they are only taking that as a temporary thing to get financial independence from their families to be able to do whatever they want to do next. അത് വളരെ അവ്യക്തമാണ്. അതെ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വേണ്ട, എംപ്ലോയർ ആയാൽ മതി. ഇതിൽ കേരള ഹാസ് ഡൺ സംതിങ് ഫാർ ഹെഡ് ഓഫ് ഓൾ ദി അതർ സ്റ്റേറ്റ്സ്. അത് ഇവിടെ ഇരുന്ന് എനിക്ക് തോന്നുന്നു പലരും തിരിച്ചറിയാത്തൊരു കാര്യം, ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ടോക്ക് അബൌട്ട് സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം വാസ് കേരള. അത് ആക്ച്വലി പലരും വിസ്മരിക്കുന്ന കാര്യമാണ്. അത് ഞാനിവിടെ ഓർക്കുന്നത്, ഇവിടെ അന്ന് IT മിഷൻ ഹെഡായിരുന്ന M ശിവശങ്കറും പിന്നെ അന്ന് എന്താ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലൈക്ക് ജയശങ്കർ പ്രസാദും അതിനുശേഷം വന്ന സജി ഗോപിനാഥും ഒക്കെ ആ കാലഘട്ടത്തിൽ വേറെ സംസ്ഥാനങ്ങളിൽ ഈ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം എന്ന് പറയുന്ന വാചകത്തിൻ്റെ വേറെ എവിടെയെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ടപ്പ് ഈക്കോ. അപ്പം അതും ഇതുമായിട്ട് എന്തോ ബന്ധം? ഈ ജെൻസിയുടെ ഈ ഒരു ആശയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത വളരെ ബുദ്ധിപൂർവമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. ആൻഡ് അത് ഇപ്പം വിജയിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് അന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോശമായിരുന്ന, അതിലുള്ള റാങ്കിങ്, കേരളത്തിൻ്റെ റാങ്കിങ് മോശമായിരുന്ന കാലത്ത് പോലും ആ സമയത്ത് തന്നെ നീതി ആയോഗൊക്കെ സമ്മതിച്ച ഒരു കാര്യമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം കൊള്ളാം. സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം മാത്രം. അതെ, പല ഈക്കോ സിസ്റ്റം നമ്മുടെ തന്നെ ബെഞ്ച് മാർക്ക് എടുത്തിട്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലായിടത്തും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാറിന് എന്താണ് തോന്നുന്നത് ഫ്രം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വാലിഡേറ്റിംഗ് ഓഫ് ഡേറ്റ എടുത്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈസ് ഓഫ് ബിസിനസ് ആക്ച്വലി കൂടിയിട്ടുണ്ട്, ഓഫ് കോഴ്സ് കൂടിയിട്ടുണ്ട്. പക്ഷേ അതിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ഇതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇസ് എ മെത്തേഡ് ഓഫ് റേറ്റിംഗ്. അത് വേൾഡ് ബാങ്ക് അഡോപ്റ്റ് ചെയ്തൊരു മെത്തേഡാണ്. ഇപ്പോൾ ഐ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് ബീങ് യൂസ്ഡ് മച്ച് ഇൻ ദ വേൾഡ് ബാങ്ക്. നമുക്ക് പല പരിഷ്കാരങ്ങളും ഒക്കെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് സ്റ്റിൽ ബീങ് യൂസ്ഡ് ദിസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കുറച്ച് റിഫൈൻ ചെയ്തിട്ടുണ്ട്. നീതി ആയോഗ് ഇവിടെ ചെയ്യുന്നത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു മത്സരബോധം, ഹെൽത്തി കോമ്പറ്റീഷൻ സൃഷ്ടിക്കാനായിട്ട് ഒരു മെട്രിക് അവർ യൂസ് ചെയ്യുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിങ്സ് ആണ്. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ഹാഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ കേരള. 28 സംസ്ഥാനങ്ങളിൽ 28ാമത്തെ റാങ്കിൽ കടന്ന കേരളം അതൊക്കെ വളരെ പാടുപെട്ട് 15ാമത്തെ റാങ്കിലെത്തി. പക്ഷെ കഴിഞ്ഞ 6-8 കൊല്ലം കൊണ്ട് ആ 15ാമത്തെ റാങ്കിൽ നിന്ന് 1ാം സ്ഥാനത്തെത്തി. ആൻഡ് ഇതിപ്പം ആരും നിഷേധിക്കുന്നില്ല, ആരും ഇത് പരിഹസിക്കുന്നില്ല, ആരും വിരൽ കാണിക്കുന്നില്ല, വിരൽ ചൂണ്ടുന്നില്ല, ഇതിലെന്തോ അപാകതയുണ്ട്. ഇത് വാലിഡേറ്റഡ് ഡേറ്റ. ആൻഡ് ഇതിൽ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അനുജ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് പല മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം അതാത് സംസ്ഥാനങ്ങളുടെ വ്യവസായ സമൂഹത്തിൻ്റെ ഇടയിൽ ചെന്ന് ഒരു ഒപ്പീനിയൻ പോൾ നടത്തി ആ വെയിറ്റേജും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് മിയർലി ഒരു സെറ്റ് ഓഫ് സം HDI പോലെ കുറെ സോഷ്യൽ മെട്രിക്സ് മാത്രമല്ല, ഈ വ്യവസായ സമൂഹത്തിന്റെ ആക്ച്വൽ അനുഭവം സർവേ വഴി കണ്ടെത്തിയിട്ട് ഈ നെറ്റ് പ്രൊമോട്ടർ സ്കോർ പോലത്തെ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് യൂസറിന്റെ, അതായത് യൂസർ ആരാണ്, വ്യവസായ സമൂഹത്തിന്റെ അനുഭവം എന്താണെന്നും കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മെട്രിക്കാണിത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഈസ് ഓഫ് ബിസിനസ് ശരിക്കും ഇംപ്ലിമെന്റഡ് ആണ്. ഇറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രധാന ഘടകമാണ് ഇല്ലേ? അല്ലെങ്കിൽ ബിസിനസ് പാർക്സ് നമുക്കിവിടെ ഇപ്പോൾ ഉണ്ട്. ടെക്നോ പാർക്ക് ആവട്ടെ, ഇൻഫോ പാർക്സ് ആവട്ടെ, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി ഗിവിങ് ജോബ്സ്, ഇറ്റ്സ് ഓൾസോ ഗിവിങ് എന്താ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ടു ഓൺട്രപ്രണേഴ്സ്. സോ സാറിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് കേരളത്തിന് ചില പരിമിതികളുണ്ട്, ലാൻഡിൻ്റെ ലഭ്യത. ബിക്കോസ് ഈ ചെറിയൊരു സ്റ്റേറ്റ് വിത്ത് ഓൺലി 1% ഓഫ് ദ ലാൻഡ് ഏരിയ ഓഫ് ഇന്ത്യ ആണ് കേരളം. 1%. ലാൻഡിൻ്റെ ലഭ്യത കുറവാകുമ്പം സ്വാഭാവികമായിട്ട് 500 ഏക്കർ അല്ലെങ്കിൽ 1000 ഏക്കർ ആവശ്യമുള്ള വ്യവസായങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല കേരളം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോൾ അത് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വ്യവസായ നയമാണ്, ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയാണ് കേരള ഹാസ് അഡോപ്റ്റഡ് നൗ, വിച്ച് വാസ് അഡോപ്റ്റഡ് 2 or 3 years ago. അതിൽ 22 priority sectors have been identified. There is some red list of വളരെ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള, ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. കേരള has made it very clear, we don't want those industries. We don't care how much investment comes. We don't want those industries. പക്ഷേ there are 22 sectors where we want the industries. അപ്പം ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. സോ the rest of the infrastructure എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ, communication. So the national highway system, there is investment. Railway system, there is investment. It's going to come from central government. Now for the rest of the roads, the money has to come from Kerala government. So public sector finances of all states are in a very difficult condition. Okay. Everybody acts as if Kerala has some very special problem. No, it doesn't have. Public debt as a percentage of gross state domestic product, Kerala comes in the middle. It is not one of the most indebted states. There are states which are much more indebted than Kerala and which are actually much more unsustainable than Kerala. ഒരു ഇക്കോണമിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് is not just highways and roads and ports. It's also supply of educated labor, supply of trained labor, which means you need well-equipped schools, well-equipped colleges, well-equipped laboratories. And we have actually not only laid a strong foundation, I think we have implemented it. We have implemented. അപ്പോൾ എനിക്കിനി അറിയേണ്ടത് 2030 എന്തായിരിക്കും നമ്മുടെ വിഷൻ ബോർഡ്? സാറിൻ്റെ ഒരു ആംഗിൾ. 2030 24 ലക്ഷം കോടിയുടെ ഒരു സമ്പദ്ഘടനയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമ്പദ്ഘടനയും ആ സമൂഹവും അത് ഓഫർ ചെയ്യാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസും വെല്ലുവിളികളും എല്ലാം നേരിടണമെങ്കിൽ കേരള ഹാസ് ടു ഡു സംതിങ്സ് നൗ. വാട്ട് ഇറ്റ് ഹാസ് ടു ഫോക്കസ് ഓൺ, എൻ്റെ അഭിപ്രായത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ഇറ്റ് ഹാസ് ടു കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ടു എൻഷ്യൂർ ദാറ്റ് റിസർച്ച് ബിക്കംസ് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറണം. നല്ലപോലെ ഫണ്ട് ചെയ്യണം. റിസർച്ച് ഷുഡ് ബി വെൽ ഫണ്ടഡ് സോ ദാറ്റ് മോർ ആൻഡ് മോർ സ്റ്റുഡൻസ് ടേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് PhDs ആൻഡ് ഓൾ ദാറ്റ്. അതിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അനിഷേധ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറണം AI ആൻഡ് അതുമായിട്ടുള്ള റിലേറ്റഡ് സ്കിൽസ്. ശരിക്കും AI-യുടെ ഉപയോഗം വരുന്നത്. Every one of our youngsters must become familiar with AI. അവരവരുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ. രണ്ടാമത്തത്, നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ആർ ഹാപ്പനിങ് ഷുഡ് കണ്ടിന്യൂ ടു ഇംപ്രൂവ്. അതായത് ഇപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പകുതിയായി ടൈം. അത് തന്നെ കാരണം പലരും ഇപ്പം ആർ ഏബിൾ ടു തിങ്ക് ഓഫ് സെയിം ഡേ ട്രിപ്പ് ടു കം ആൻഡ് ഫിനിഷ്. 5 മണിക്കൂർ ഡ്രൈവാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോകുന്നത്. അതുപോലെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ട് വരെയും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് കംഫർട്ടബിൾ ആണ്. ആ സമയത്ത് നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു ഇക്കോണമിക്ക് ആവശ്യമാണ് ദിസ് സെയിം ഡേ ട്രാവൽ എനേബിൾ ചെയ്യാൻ ബിറ്റ്വീൻ ബിസിനസ് സെന്റേഴ്സ്. അത് കൂടുതൽ ഒരു സപ്ലൈ സൈഡ് ഡ്രിവൺ ആണ്. അത് അവൈലബിൾ ആക്കിയാൽ കൂടുതൽ പേര് അത് ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലാതെ ഡിമാൻഡ് അല്ല ആദ്യം വരുന്നത് സപ്ലൈ ആണ്. സപ്ലൈ വന്നു കഴിഞ്ഞാൽ അതുപോലെ എയർ ട്രാൻസ്പോർട്ട് ഓൾസോ ലൈക്ക് സ്മോൾ എയർക്രാഫ്റ്റ് വെച്ചിട്ടുള്ള കോഴിക്കോട്ട് നിന്ന് 1 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഫുൾ. ബിക്കോസ് ഈ ഡിസ്പോസിബിൾ ഇൻകം സ്പെൻഡിങ് പവർ കൂടുന്തോറും കൂടുതൽ പേര് ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ പില്ലർ ഇസ് ESG. അതായത് നമ്മൾ സസ്റ്റൈനബിലിറ്റി. ഇപ്പം വേറെ ഒരു സംസ്ഥാനവും ചെയ്യാത്ത ഒരു കാര്യം കേരള ഹാസ് ഡൺ. ഇറ്റ് ഹാസ് എസ് ESG policy for the state. The first state to implement an ESG policy which has already become law is Kerala. Now what should happen is കേരളത്തിലുള്ള വ്യവസായങ്ങളും എന്താ പറയണ്ടേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസും
every household should become a sustainable entity. That is, we should not generate waste which we cannot reuse. This combination ആ of പില്ലേഴ്സിന്റെ of a കോമ്പിനേഷൻ knowledge-based economy with good enabling transportation and communication Along and with sustainability, Kerala will be the most livable place on the planet. ട്രൂ. Not just this country. This will become really God's own country. സാറിന്റെ പേഴ്സണൽ ഇതിൽ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വുഡ് വി ബിക്കം എ റിയൽ സൂപ്പർ പവർ? See, 20 വർഷം മുമ്പ് there was not a single brand from Kerala which was known across the country. Today, which is the most powerful NBFC brand? It is Muthoot. മുത്തൂട്ട്, യെസ്. Say banking sector, എടുത്താൽ what were previously some very small banks, today Federal Bank has grown from a small regional bank into a national bank. True. There are some real powerhouses. Say for instance today, which is the biggest gold jewelry brand in India? It's Malabar Gold. Yes. It's a Kozhikode based company. പല കാര്യങ്ങളിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാത്രമല്ല മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾക്കുള്ള ഉത്തരവാദിത്വം നമ്മുടെയൊക്കെ ഇതൊക്കെ അത് ശരിയാണെങ്കിലും കുറേ പോരായ്മകളുണ്ട്, കുറേ വീക്ക്നെസ്സസ് ഉണ്ട് നമ്മുടെ നമുക്ക് എങ്ങനെ സംസ്ഥാനം. ശരിയാക്കാൻ പറ്റും? ആ പോരായ്മകളൊക്കെ ഓരോന്നും കണ്ടെത്തി വളരെ ടാർഗറ്റഡ് ആയിട്ട് റെക്ടിഫൈ ചെയ്താൽ ദിസ് വിൽ ബി ഗോഡ്സ് ഓൺ കൺട്രി. ബാലഗോപാൽ സാറുമായിട്ടുള്ള എൻ്റെ ഈ ജുഗൽബന്ദിയിൽ ഐ ഹാവ് പ്രൂവ്ഡ് ദ ഫാക്ട് ദാറ്റ് യെസ് വി ആർ എ ബ്രാൻഡ് മാർക്കറ്റ് ആൻഡ് ഇത് ഓൾറെഡി പ്രൂവിങ് ആണ്. ബട്ട് വി ഓൾസോ റീപൊസിഷനിങ് us that from local we are global, we are already global. Like sir said, we are already created infrastructures, we have already created subset systems where the നിങ്ങളും കൂടി ഈ ഒരു ജേർണിയിലേക്ക് ഞങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ഇതുപോലെ ഗോഡ്സ് ഓൺ കൺട്രി ഞങ്ങളുടെ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് മറ്റുള്ള സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. Thank you so much, sir, for being a part of such a beautiful Jugalbandi, I would say. It was my honor and my bliss to have you as our guest. Thank you, sir. Thank you, Anuja. It was a pleasure.